ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിൻട്രസ്റ്റിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ആ മിനി ഫോട്ടോ സ്റ്റാൻഡാണ്, ക്ലേ കൊണ്ടുള്ള ഫോട്ടോ സ്റ്റാൻഡ്. ഇതൊരു പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ഫോട്ടോ സ്റ്റാൻഡാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ടേബിൾ ഡെക്കോറായിട്ടൊക്കെ വെക്കാൻ വളരെ നല്ലതാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് പല ഷേപ്പിലൊക്കെ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു ഫ്ലവർ ഷേപ്പിലാണ്. നമ്മൾ ക്ലേ നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്ക് പരത്തിയെടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഉപയോഗിച്ച് അതൊന്ന് സ്മൂത്തൻ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂവിൻ്റെ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഒന്ന് കർവൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വാട്ടർ ഉപയോഗിച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് വരെ ചെയ്യാം കേട്ടോ, അതാണ് ഏറ്റവും ഇത്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഫോട്ടോ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലേസ് അവിടെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നൈഫ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കുട്ടികളാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം ഉപയോഗിച്ച് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ വെള്ളം വെച്ച് അതിങ്ങനെ നെയിലൊക്കെ സ്മൂത്തൻ ചെയ്യുന്ന സാധനമാണ്. അതിനകത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഫോട്ടോ പ്ലേസ് ചെയ്യാനായിട്ട്. നമ്മുടെ ഫോട്ടോയുടെ വലുപ്പത്തിനായിരിക്കണം നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റാൻഡ് ഉണ്ടാവേണ്ടത്. ഞാനിപ്പോൾ ഉണ്ടാക്കിയത് ഇച്ചിരി ചെറുതായിപ്പോയി, ഇത്തിരി ക്യൂട്ട്നെസ് കൂടുതലിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അതിനുശേഷം നമ്മൾ കുറച്ച് ക്ലേ എടുത്തിട്ട് നമുക്കതിൻ്റെ നടുക്കുള്ള ആ പോർഷനും പിന്നെ ഇതളുകളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ക്ലേ ഒരേ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ എൻ്റെ ഈ ഇതളുകൾ പോലെ പലതായിട്ടിരിക്കും. നമ്മൾ ഇങ്ങനെ ഇതളുണ്ടാക്കിയിട്ട് അതിനകത്തേക്കൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കേ വേണ്ടുള്ളൂ. നമ്മൾ ചെറിയൊരു റൗണ്ടിൽ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ 2 വിരൽ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഇതളിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടും. ഈ വീഡിയോ കാണുന്ന പോലെ ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ഉരുട്ടിയെടുത്ത് ആ ഒരു ഇതളിൻ്റെ ഷേപ്പിലാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. അങ്ങനെ നമ്മൾ ഒരേ ഷേപ്പിൽ വേണം കേട്ടോ ഇതളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ 2-3 നമ്മൾ അത്യാവശ്യം ഒരു 5-6 ഇതളുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഇതളുകൾ നമ്മൾ ഒന്നുകൂടെ ഷേപ്പാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും സ്മൂത്തനാക്കിയേക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അതിനകത്ത് കുത്തും കോമയൊക്കെ ഇട്ട് കൊടുത്ത് ആ ഒരു ടെക്സ്ചർ വരുത്തിയതിന് ശേഷമാണ് ഇതിനകത്തേക്ക് നമുക്ക് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ഇത് ഷേപ്പാക്കുമ്പോൾ കുറച്ച് വാട്ടറും കൂടെ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ഇത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു നമ്മുടെ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്ലേയിനകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് കുത്തും കോമയൊക്കെ ഇട്ട് കൊടുത്ത് ഇത് നമ്മുടെ ഗ്ലൂവും കൊണ്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഗമ്മ് തേച്ചതിന് ശേഷം നമ്മൾ ഓരോ ലീവ്സും അല്ലെങ്കിൽ ഓരോ പെറ്റൽസും ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്ഥലമൊക്കെ കൂടുതലാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇതിൽ ക്യാൻസലാക്കുക, എന്താ വെച്ച് ചെയ്യുക. അത് ഓരോന്നും വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഈ പോയിൻറ്റഡ് ആയിട്ടുള്ള സ്ഥലമൊക്കെ ഒന്ന് കർവ് ചെയ്ത് ഒന്ന് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തൊന്ന് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആദ്യത്തെ ആ ഒരു സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് നേരെ വെച്ചതിന് ശേഷം ആ ഗ്യാപ്പൊക്കെ ഒന്ന് നേരെ ഇട്ട് കൊടുക്കുക. മീൻസ് നമ്മൾ ആ ഫോട്ടോ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിനിഷ്ടമുള്ള കളർ കൊടുക്കുക എന്നാണ്. അപ്പം ഞാനിപ്പം വൈറ്റും അതുപോലെ തന്നെ റോസും കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഞാൻ വൈറ്റ് ബേസ് അടിച്ചതിന് ശേഷം നമ്മുടെ പിങ്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
ശേഷം നമ്മുടെ പെറ്റൽസൊക്കെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നടുക്കുള്ള ഭാഗത്ത് ഒരു ഓറഞ്ച് ഷെയ്ഡ്, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു ഓറഞ്ചിനകത്ത് യെല്ലോ വൈറ്റ് കൂടെ മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് ഒരു മാമ്പഴമഞ്ഞ കളറിലാക്കി എടുത്തിട്ടുണ്ട്. ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കറക്റ്റ് ഔട്ട്ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ഫോട്ടോയും കൂടെ വെച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. ഇതേപോലെ ഇരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഒക്കെ ആട്ടെ. എൻ്റെ ഇപ്പോൾ ഫോട്ടോ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാനിതെടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു കറക്റ്റ് സൈസ് വെച്ചാൽ നല്ല സൂപ്പറായിരിക്കും. നല്ല ടേബിൾ ഡെക്കോറായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ്. നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഇത് 2-3 ചെയ്ത് നോക്കാം പല ഷേപ്പിൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ അതുകൂടെ ചെയ്തേക്കണം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.